വെളിച്ചെണ്ണ വില ഇങ്ങനെ നാൾക്ക് നാൾ ഏറുമ്പോൾ ആവശ്യക്കാർ വാങ്ങുന്നതിന്റെ അളവ് കുറച്ചു, അതിന്റെ തോത് കുറച്ചു. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ വില ഇങ്ങനെ ഉയർന്നത് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രതിസന്ധി ഈ ആവശ്യക്കാർക്ക് മാത്രമല്ല, വെളിച്ചെണ്ണ നിർമ്മാതാക്കൾക്കും അതിന്റെ മൊത്ത വ്യാപാരിക്കും ചില്ലറ വ്യാപാരിക്കും ഒക്കെ കനത്ത പ്രതിസന്ധി പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മോടൊപ്പം ചേരുന്നത് വെളിച്ചെണ്ണയുടെ ഒരു മൊത്ത വ്യാപാരിയാണ്. ഈ മേഖലയിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയും. ചേട്ടാ, ആളുകൾ മുഴുവൻ പറയുന്നത് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ്, അതുകൊണ്ട് അവര് വലിയ പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത്. എന്താ ഈ കച്ചവടക്കാരുടെ ഒരു അവസ്ഥ എന്താ? പ്രതിസന്ധി തന്നെയാണ്. കച്ചവടം ഒരു 40% അങ്ങോട്ട് കുറഞ്ഞു. 60% കച്ചവടം ഇല്ല. ഇത് ഒരു 6 മാസത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വൻ നഷ്ടത്തിലൂടെ ഒരു 5-6 മാസം 2026 വില കുറയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അത് പ്രകാരം നിർത്താതെ മുന്നോട്ട് പോകുന്നു. ആ സമയത്തും വില കുറഞ്ഞില്ലെങ്കിൽ പിന്നീടുള്ള മുന്നോട്ട് പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആളുകൾ എങ്ങനെയാ അങ്ങോട്ട് വാങ്ങാനൊന്നും വരുന്നില്ലേ? ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുത്തിട്ട് വളരെ കുറഞ്ഞു. 100-150 കിലോ ഒക്കെ റീറ്റെയിൽ വീട്ടുകാരുടെ കച്ചവടം മാത്രം ഉണ്ടായിരുന്നത് ഇപ്പൊ 40 കിലോ 50 കിലോ ആയിട്ട് കുറഞ്ഞു. വലിയ ഹോൾസെയിലുകാർ ആരും വരുന്നില്ല. എല്ലാവരും കുറച്ചു. എല്ലാവരും വേറെ ഓയിലുകളിലേക്ക് പോയിരുന്നുണ്ട്. പക്ഷേ മറ്റ് ഈ റിഫൈൻഡ് ഓയിലുകൾ ഉപയോഗിക്കുന്നതിനോട് ആണ് ആളുകൾക്കൊരു മടിയുണ്ട്. എല്ലാവർക്കും അറിയാം ഇത് റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നൊക്കെ അറിയാം. അതിന്റെ പേരിൽ വന്ന് കുറച്ചെങ്കിലും വാങ്ങുന്നുണ്ട്. വാങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ സാമ്പത്തിക നിലയാണ് അവരെ സമ്മതിക്കാത്തത്. മാറ്റം ഉണ്ടാവും അടുത്തെങ്ങാനും? 2026 ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ ഇതൊന്നും അല്ല പ്രശ്നം. തേങ്ങ ധാരാളം ഉണ്ട്. പക്ഷെ ഈ തേങ്ങ വെട്ടുന്നത് മുഴുവൻ മാർക്കറ്റിലേക്ക് കൊപ്രയായിട്ട് വിൽക്കാൻ വരുന്നില്ല. തമിഴ്നാട്ടിൽ ഊഹക്കച്ചവടക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് 50 ലോഡ് 100 ലോഡ് കൊപ്ര എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. അപ്പൊ അവരത് ചെയ്യാതിരിക്കുമോ? അവര് പിടിക്കുകയാണ്, കൊപ്ര പിടിക്കുകയാണ്. 100, 200, 500 ലോഡ് പിടിക്കുന്ന ആൾക്കാർ തമിഴ്നാട്ടിലുണ്ട്. അതാണൊരു പ്രശ്നം. അതിന് തടയിട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പൊ തവിടുപൊടിയാവും. ഒരുതരം കരിഞ്ചന്ത നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതെ, അവർ പിടിച്ചു വെക്കുകയാണ്. അവർക്കറിയാം വില കൂടും. എല്ലാവരും എന്തോരം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് എല്ലാം പിടിക്കും. അതിന് മുകളിൽ വരുന്ന കൊപ്ര മാത്രമാണ് വിൽക്കാൻ വരുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കച്ചവടക്കാരെന്ത് ചെയ്യും? കച്ചവടക്കാരിപ്പോൾ ഒരുവിധപ്പെട്ട മില്ലുകളൊക്കെ ഹോൾസെയിൽ പരിപാടിയൊക്കെ നിർത്തി പണിക്കാരെ കുറച്ചു. റീറ്റെയിൽ മാത്രമായിട്ട് ജസ്റ്റ് ഇങ്ങനെ സർവൈവ് ചെയ്യുക, പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു പോളിസിയിലോട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് മില്ലുകാർ. വെളിച്ചെണ്ണയുടെ ഈ കാലവും കടന്നുപോകും, സാധാരണ നിലയിലേക്ക് വെളിച്ചെണ്ണ വില എത്തും എന്നൊക്കെ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ് കച്ചവടക്കാർ. അത് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. മെൽബിൻ ജോസഫിനൊപ്പം അനൂപ് ശ്രീധരൻ, മനോരമ ന്യൂസ്, കൊച്ചി.